ദിവസങ്ങൾ കൊഴിഞ്ഞു വീഴുമ്പോൾ ശിവയുടെ ജീവിത സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരുന്നു. ക്ഷീണവും അലസതയും ഛർദിയും കൊണ്ടവൾ വലഞ്ഞു തുടങ്ങിയ ദിവസങ്ങളായിരുന്നു പിന്നെ അങ്ങോട്ട്. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത അവസ്ഥ. എന്നിരുന്നാൽ പോലും ജോലിക്ക് പോകുന്നത് മാത്രം അവൾ മുടക്ക് വരുത്തിയിരുന്നില്ല. അവളോടൊപ്പം അവളെ നല്ലൊരു സുഹൃത്തായി ചേർത്ത് പിടിച്ച് ലക്ഷ്യയും. രണ്ടാളും ഒന്നിച്ചാണ് പോക്കും വരവും. അതിൽ ത്രിലോകിന് യാതൊരു എതിർപ്പുമില്ലാത്തതുകൊണ്ട് തന്നെ ശിവയും ഹാപ്പിയായിരുന്നു. ത്രിലോക് ഇപ്പോഴും പഴയപടി തന്നെയാണ്. പുറമേ ഗൗരവത്തിന്റെ മുഖംമൂടിയും ഉള്ളിൽ അവളെ ചേർത്തു പിടിക്കുന്ന ഒരു മനസ്സും. പലപ്പോഴും അത് ശിവ തിരിച്ചറിഞ്ഞില്ല എന്ന് മാത്രം. അല്ലെങ്കിൽ അവനത് അറിയിക്കുന്നില്ല എന്നതാകും സത്യം. 3-ാം മാസത്തിലേക്ക് കടന്നതും ശിവയ്ക്ക് അല്പം കൂടെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. ഭക്ഷണത്തോടുള്ള വെറുപ്പും അമിത ദേഷ്യവുമായിരുന്നു അവളിൽ. ഡോക്ടറോട് അതേക്കുറിച്ച് സൂചിപ്പിച്ചു എങ്കിലും ഈ സമയത്ത് ഇതൊക്കെ ഉള്ളതാണെന്ന് പറഞ്ഞതോടെ അവൾക്കും അതൊരു ആശ്വാസമായിരുന്നു. നന്ദേട്ടൻ ഇന്ന് ഓഫീസിൽ പോകുന്നുണ്ടോ? ഉറക്കമെഴുന്നേറ്റ് ശിവ കാണുന്നത് എങ്ങോട്ടോ പോകാൻ റെഡിയാകുന്ന ത്രിലോകിനെയാണ്. പോകുന്നു. ചുരുങ്ങിയ വാക്കുകൾ കൊണ്ടുള്ള മറുപടി. ഇന്നലെ പോകുന്നില്ല എന്നല്ലേ പറഞ്ഞത്? അല്പം ദേഷ്യം മുന്നിട്ട് നിന്നു ശിവയുടെ ശബ്ദത്തിൽ. അതിന് കാരണം മറ്റൊന്നുമല്ല. ഇന്നലെ രാത്രി ത്രിലോക് തന്നെയാണ് ഇന്ന് ഓഫീസിൽ പോകുന്നില്ല എന്നും ശിവയെയും കൊണ്ട് പുറത്തേക്ക് പോകാമെന്നും അവളോട് പറഞ്ഞിരുന്നത്. സോറി, എനിക്കല്പം തിരക്കുണ്ട്. നമുക്ക് വന്നിട്ട് സംസാരിക്കാം. ശിവയെ ഒന്ന് നോക്കി. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ ഫോണും വാലറ്റും എടുത്ത് പുറത്തേക്ക് പോകുമ്പോൾ ശിവയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നു. എന്നാൽ ദേഷ്യത്തിനപ്പുറം എന്തെന്നില്ലാത്ത സങ്കടമായിരുന്നു അവളിൽ. അത് ദേഷ്യത്തിന്റെ രൂപത്തിൽ പുറത്തേക്ക് വന്നു എന്ന് മാത്രം. ഒഴുകി ഇറങ്ങിയ കണ്ണുനീർ ഇരു കൈയാലും തുടച്ചുകൊണ്ട് അവൾ ബാത്റൂമിലേക്ക് കയറി. ഒന്ന് ഫ്രഷായി ഇറങ്ങുമ്പോൾ സ്ഥിരമുള്ള ഒരു സ്റ്റെപ്പ് ഛർദിയും കഴിഞ്ഞു. ക്ഷീണം കൊണ്ട് തളർന്ന ശരീരത്തെ വരുതിയിലാക്കിക്കൊണ്ട് അവൾ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ഗുഡ് മോർണിംഗ് ചേച്ചി. വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയ ആൾ അവളെ നോക്കി ഒന്ന് വിഷ് ചെയ്തു. അവിടെ ജോലിക്ക് വരുന്ന ഒരു പെൺകുട്ടിയാണ്. പേര് കാർത്തിക. ഗുഡ് മോർണിംഗ്. ഇന്ന് ലേറ്റായോ? ശിവ നേരിയ പുഞ്ചിരിയോടെ ചോദിച്ചു. ലേറ്റായതല്ല ചേച്ചി, ഇന്നലെ വിളിച്ചു. സാർ ഇന്ന് വരണ്ട എന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ പിന്നെ വേറൊരിടത്ത് പോകേണ്ടി വന്നു രാവിലെ. അവിടുത്തെ പണിക്കിടയിലാണ് സാർ വിളിച്ചു പറഞ്ഞത് ഇന്ന് ഇവിടേക്ക് വരണമെന്ന്. പിന്നെ എല്ലാം ചെയ്തിട്ട് ഒരു ഓട്ടമായിരുന്നു അവിടെ നിന്നു. അവൾ തൻ്റെ ബാഗും കൊണ്ട് അകത്തേക്ക് കയറി. സാറിനെ ഞാൻ കണ്ടിരുന്നു താഴെ വെച്ച്. കൂടെയാ മറ്റേ കൊച്ചമ്മയും ഉണ്ടായിരുന്നു. കിച്ചണിലേക്ക് നടക്കും വഴി കാർത്തിക പുച്ഛത്തിൽ ചുണ്ടുകോട്ടിക്കൊണ്ട് പറയുമ്പോൾ റൂമിലേക്ക് നടക്കാനൊരുങ്ങിയ ശിവ പെട്ടെന്നൊന്ന് തിരിഞ്ഞു. ആര്? അവൾ സംശയത്തോടെ ചോദിച്ചു. വേറെ ആര്? ആ ചാന്ദിനി മേഡം. എന്താണെന്നറിയില്ല, എനിക്ക് അവരെ കണ്ണിന് നേരെ കണ്ടുകൂടാ ചേച്ചി. എന്തൊരു അഹങ്കാരം പിടിച്ച സ്ത്രീയാണ്. ഇപ്പോൾ തന്നെ സാറിൻ്റെ കൈയും പിടിച്ച് ചിരിച്ചു കുഴഞ്ഞ് താഴെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരുടെയും മുന്നിലൂടെ പാർക്കിങ്ങിലേക്ക് നടന്നു പോയത്. ഛേ, ഇവർക്ക് നാണമില്ലേ? ചേച്ചിക്കെങ്കിലും സാറിനോടൊന്ന് പറഞ്ഞൂടെ? സത്യം പറഞ്ഞാൽ കാണുന്നവർ കരുതും അവരാണ് സാറിൻ്റെ ഭാര്യയെന്ന്. അമ്മാതിരി പ്രകടനമാണല്ലോ അവർ ഈ കാണിച്ചു കൂട്ടുന്നത്. വല്ലാത്തൊരു അറപ്പായിരുന്നു അവളുടെ ആ വാക്കുകളിൽ. ചേച്ചിക്കറിയോ, എന്നോട് പോലും അടുത്തുള്ള ഫ്ലാറ്റിലെ പലരും ചോദിക്കാറുണ്ട്, ചേച്ചി ഇവിടുത്തെ സെർവൻ്റാണോ, അവരാണോ സാറിൻ്റെ വൈഫെന്ന്. ആകെ ഒരു മരവിപ്പ് മാത്രമായിരുന്നു ശിവയിൽ. മറുപടി ഏതും പറയാൻ കഴിയാതെ ശബ്ദം പോലും വിറച്ചു നിന്ന നിമിഷം. നെക്സ്റ്റ് ടൈം മുതൽ നീ മാത്രം വന്നാൽ മതി. ഇവിടെ ഇപ്പോൾ എൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങി പാർക്കിങ്ങിലേക്ക് നടക്കും വഴി ത്രിലോക് ആ പറഞ്ഞത് കേട്ട് ചന്തു അവൻ്റെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്താ നാദു, നിനക്കിപ്പോൾ ഞാനൊരു ഡിസ്റ്റർബായി തുടങ്ങിയോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറയാൻ മടിക്കേണ്ട. പിന്നെ നിന്നെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ വരില്ല, പ്രോമിസ്. ആരെയും ബുദ്ധിമുട്ടിച്ച് കൂടെ കൊണ്ട് നടക്കണം എന്നൊന്നും എനിക്കില്ല. എൻ്റെ അപ്പ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്കിങ്ങനെ ആരുടെയും മുന്നിൽ താഴേണ്ടി വരില്ലായിരുന്നു. അല്പം ഇടർച്ചയോടെ അവളത് പറയുമ്പോൾ ത്രിലോക് അസ്വസ്ഥതയോടെ അവൻ തൻ്റെ നെറ്റി ഒഴിഞ്ഞു. നീ വെറുതെ എഴുതാപ്പുറം വായിക്കേണ്ട ചന്തു. നിന്നെ തനിച്ചാക്കാനൊന്നും ഞാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല. നീ തിരികെ US മടങ്ങിപ്പോകുന്നത് വരെ നിനക്ക് എന്തിനും ഞാനും കാർത്തിയും നവീനും ഒക്കെ ഉണ്ടാകും. എന്നിട്ടാണോ നീ ഇപ്പോൾ ഇങ്ങനെ സംസാരിച്ചത്? അതോ ഭാര്യയ്ക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുമ്പോൾ ബാക്കിയുള്ളവരുടെ സ്ഥാനമൊക്കെ നീ അതിന് താഴെ എന്നാണോ? ചാന്ദിനി തൻ്റെ ഉള്ളിലെ ദേഷ്യം പരമാവധി പുറത്തേക്ക് വരാത്ത രീതിയിലാണ് അത് ചോദിച്ചത്. ഒരു ഹസ്ബൻഡിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി അതെന്നും അവൻ്റെ വൈഫിന് തന്നെയല്ലേ ചന്തു? എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? തനിക്ക് നേരെ വന്ന അവൻ്റെ ആ വാക്കുകളിൽ നന്നേ പരിഹാസം കലർന്നിരിക്കുന്നതായി തോന്നി അവൾക്ക്. അതുകൊണ്ട് തന്നെ ഒന്നും പറയാനും കൂട്ടാക്കിയില്ല. ശിവയ്ക്കിവിടെ ഞാനേ ഉള്ളൂ എന്ന് നിനക്കറിയാം. അവളിപ്പോൾ എനിക്ക് ആരാണെന്ന് നിനക്കറിയാം. ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് നീ ഇങ്ങനെ ബിഹേവ് ചെയ്യുമ്പോൾ അത് മനസ്സിലാകാതെ ഇരിക്കാൻ മാത്രം ഞാൻ ഒരു ഫൂളല്ല ഈ ത്രിലോക്. നീ ആയിട്ട് നിന്റെ വിള കളയാൻ നിൽക്കരുത് ചാന്ദിനി. ത്രിലോക്, അതിന് ഞാനിപ്പോൾ എന്തു ചെയ്തു എന്നാ നീ പറഞ്ഞു വരുന്നത്? ചാന്ദിനി ഒരു പതർച്ചയോടെ ചോദിച്ചു. ചെയ്തോ ഇല്ലയോ എന്നൊക്കെ നിനക്ക് തന്നെ നല്ല അറിവുണ്ടാകും. എന്നെ കൊണ്ട് പറയിക്കാൻ നിൽക്കാതെ സ്വയം ഒന്ന് ആലോചിച്ചു നോക്ക് നീ. ചന്തു,
ഇപ്പോൾ എൻ്റെ ഈ ലൈഫിൽ ത്രിലോക് ആർക്ക് വേണ്ടിയെങ്കിലും മാറണമെന്ന് സ്വയം ചിന്തിച്ചിട്ടുണ്ട് എങ്കിൽ അത് എൻ്റെ ശിവയ്ക്ക് വേണ്ടി മാത്രമാണ്. എല്ലാവരുടെയും മുന്നിൽ കാണിക്കുന്ന അതേ ഗൗരവം ഞാൻ അവൾക്ക് മുന്നിലും കാണിക്കുന്നത് സ്വയം എന്നിലെ എന്നെ ഞാൻ തന്നെ ബന്ധിച്ചിരിക്കുന്നത് കൊണ്ടാണ്. സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിക്കാനും അവൾക്ക് മുന്നിൽ അവൾ ആഗ്രഹിക്കുന്നത് പോലൊരാൾ ആകാനും അവളെക്കാൾ കൂടുതൽ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു. കാരണം ത്രിലോകിൻ്റെ ജീവിതം പോലും ഇനി അവളിൽ മാത്രമാണ്. ശിവയില്ലെങ്കിൽ പിന്നെ ത്രിലോകില്ല. അവളില്ലാത്തൊരു ലൈഫിനെക്കുറിച്ച് വെറുതെ പോലും എനിക്കിനി ചിന്തിക്കാൻ കഴിയില്ല. മുൻപ് ഞാൻ അവളെ വെറുത്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഇരട്ടി ഞാനിന്ന് അവളെ ഇഷ്ടപ്പെടുന്നു. ചുരുക്കി പറഞ്ഞാൽ ഗൗരിയേക്കാൾ 10 മടങ്ങ് ഞാൻ എൻ്റെ ശിവയെ സ്നേഹിക്കുന്നു. അവളുടെ മാത്രം നന്ദേട്ടനാകാൻ ഇഷ്ടപ്പെടുന്നു. ആ ഞങ്ങൾക്കിടയിലേക്ക് നീ എന്നല്ല ആര് കടന്നു വരുന്നതും എനിക്ക് ഡൈജസ്റ്റ് ആവില്ല. സോ ഇനിമേലിൽ അവളെ കുറ്റപ്പെടുത്തി എന്നോട് ഒരു വാക്ക് നീ സംസാരിച്ചാൽ പിന്നെ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ നീ ഉണ്ടാവില്ല. ദിസ് ഈസ് മൈ ലാസ്റ്റ് വാർണിംഗ്. രൂക്ഷമായ മുഖത്തോടെയും വാക്കുകളോടെയും അവൻ അത് പറയുമ്പോൾ ചന്തു ഒന്ന് ഉരിയാടാൻ പോലും കഴിയാതെ തറഞ്ഞു നിന്നു. രാവിലെ കയറിക്കിടന്നാണ് ശിവ. അതിൽ പിന്നെ അവൾ എഴുന്നേറ്റിട്ടേയില്ല. കാർത്തിക ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഇതിനോടകം പോയി കഴിഞ്ഞു. അതുപോലും കഴിക്കാതെ വല്ലാത്തൊരു തരം വാശിയോടെയാണ് അവൾ കിടക്കുന്നത്, ഉള്ളിൽ മറ്റൊരു ജീവൻ കൂടെ ഉണ്ടെന്ന് ഓർക്കാതെ. ത്രിലോക് മടങ്ങി വരുമ്പോൾ ഹാളിൽ ആരും ഉണ്ടായിരുന്നില്ല. അവൻ ഡോർ ലോക്ക് ചെയ്ത് റൂമിലേക്കാണ് വന്നത്. ബെഡിൽ സൈഡ് ചെരിഞ്ഞു കിടക്കുന്ന ശിവയെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾക്കടുത്തേക്ക് വന്നിരുന്നു. ശിവ, ഉറങ്ങുവാണോ നീ? അവൻ അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു. എന്നാൽ അവളിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. അവൻ സംശയത്തോടെ കണ്ണുകൾ ചുരുക്കി അവളെ ബലമായി തനിക്ക് നേരെ തിരിച്ചു കിടത്തി. കണ്ണുനീർ ഒഴുകിയിറങ്ങിയ പാടിനൊപ്പം മുഖം പോലും ചുവന്നിരിക്കുന്നു. ഡി, എന്താ നിനക്ക്? ഈ ടൈം ഇങ്ങനെ കരയാനൊന്നും പാടില്ല എന്ന് അറിയില്ലേ നിനക്ക്? അത്രയും നേരം കണ്ണുകൾ അടച്ചിരുന്ന ശിവ കണ്ണുകൾ തുറന്ന് അവനെ തുറച്ചു നോക്കി. എന്താടി, ഇഷ്ടമായില്ലേ പറഞ്ഞത്? അതാണോ നോക്കി പേടിപ്പിക്കുന്നത്? ഈ സമയത്ത് കരഞ്ഞാൽ എന്താ, ഞാൻ ചത്തുപോകുമോ? തനിക്ക് മേലിരിക്കുന്ന അവൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവൾ ഉച്ചത്തിൽ ശബ്ദമുയർത്തുമ്പോൾ ത്രിലോക് നേരിയ ഞെട്ടലോടെ അവളെ നോക്കി. എന്താ ശിവ നിനക്ക്? നീ എന്തിനാ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നത്? എന്താ, നിങ്ങൾക്ക് മാത്രമേ അത് പാടുള്ളൂ എന്നുണ്ടോ? എനിക്ക് പാടില്ലേ? ശിവ, പ്ലീസ് കാം ഡൗൺ. ത്രിലോക് അവളുടെ കയ്യിൽ തൻ്റെ കൈ അമർത്തിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ ശിവ കൈ തട്ടി മാറ്റിക്കൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റു. ഇന്ന് ഓഫീസിൽ പോകുന്നില്ല എന്ന് ഇന്നലെ പറഞ്ഞിട്ട് ഇന്ന് നന്ദേട്ടൻ എങ്ങോട്ട് പോയതാ? അവനെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് അവൾ ചോദിക്കുമ്പോൾ ത്രിലോകും അവൾക്കൊപ്പം എഴുന്നേറ്റ് നിന്നു. ഞാൻ ചന്തുൻ്റെ കൂടെ ഒരിടം വരെ പോയതാണ്. ത്രിലോക് അത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ തന്നെ ശിവയുടെ കൈകൾ അതിശക്തമായി അവൻ്റെ കവിളിൽ പതിഞ്ഞു കഴിഞ്ഞിരുന്നു. ത്രിലോകിൻ്റെ മുഖം ഒരു സൈഡിലേക്ക് ചരിഞ്ഞുപോയി എങ്കിലും അവനൊരു ഞെട്ടലോടെ അവളെ തിരിഞ്ഞു നോക്കി. മുന്നിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഭാവത്തിലായിരുന്നു ശിവ. നിങ്ങൾക്ക് ഈ ഞാൻ ആരാണെന്നറിയുമോ? നിങ്ങൾ എൻ്റെ ആരാണെന്നറിയാമോ? ഒന്നും വേണ്ട, എൻ്റെ വയറ്റിൽ വളരുന്നത് നിങ്ങളുടെ സ്വന്തം കുഞ്ഞാണെന്നെങ്കിലും നിങ്ങൾക്കറിയാമോ? ഉച്ചത്തിൽ അലറുകയായിരുന്നു അവൾ. ശിവ, നീ മിണ്ടരുത്. ശിവ അവന് നേരെ കൈ ഉയർത്തി തടഞ്ഞു. എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു തീരാതെ ഒരക്ഷരം നിങ്ങൾ മിണ്ടിപ്പോകരുത്. അവൾ ദേഷ്യത്തോടെ അവന് നേരെ ചീറി. നിങ്ങളോട് ഞാൻ ക്ഷമിക്കാൻ കഴിയാത്ത തെറ്റ് തന്നെയാ ചെയ്തത്. അന്ന് നിങ്ങൾ എന്ന ഭ്രാന്ത് തലയ്ക്ക് പിടിച്ചപ്പോൾ മറ്റൊന്നും ഓർക്കാനുള്ള ബുദ്ധി എനിക്ക് ഉണ്ടായിരുന്നില്ല. എങ്ങനെയും നിങ്ങളെ നേടണമെന്ന വാശി മാത്രമായിരുന്നു ഉള്ളിൽ. അതുകൊണ്ടാകാം എൻ്റെ ഗൗരിയച്ചയെ പോലും ഞാൻ കാണാതെ പോയത്. ധ്രുവേട്ടനോട് പറഞ്ഞ് നിങ്ങളെ തമ്മിൽ പിരിച്ചത് ഞാൻ തന്നെയാ. പക്ഷേ അന്നൊന്നും ഞാൻ അറിഞ്ഞില്ല അതിൻ്റെ ശിക്ഷ ഞാൻ അനുഭവിക്കാൻ പോകുന്നത് ഈ രൂപത്തിലാകുമെന്ന്. സ്വന്തം പ്രാണനായിരുന്നവൻ മറ്റൊരാളുമായി സ്വന്തമായി ജീവിക്കുന്നത് കാണുമ്പോൾ ഒരു പെണ്ണിന് സഹിക്കാൻ പറ്റില്ല. ഗൗരിയച്ചി അനുഭവിച്ച ആ വേദന ഇന്ന് ഞാനും തിരിച്ചറിയുന്നു. പക്ഷേ ഇതിന് മാത്രം എന്നെ ഇങ്ങനെ ദ്രോഹിക്കണോ? വേണ്ടെങ്കിൽ ഉപേക്ഷിക്ക്. പക്ഷേ ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ അപഹാസ്യയാക്കാതെ ഇരുന്നുകൂടെ നിങ്ങൾക്ക്? ദേഷ്യവും സങ്കടവും വന്ന് അവളുടെ ശബ്ദം പലയിടത്തും ഇടറിപ്പോകുന്നുണ്ടായിരുന്നു. ത്രിലോകിന് അവളോട് ഒന്നും പറയാൻ തോന്നിയില്ല. അവൾക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു തീരട്ടെ എന്ന് കരുതി. നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കാൾ സ്ഥാനം വേറെ പലർക്കും ഉണ്ടാവും. അതിലൊന്നിലും ഞാനൊരു ദേഷ്യവും പരിഭവവും കാണിച്ചിട്ടില്ല, ഇനിയൊട്ട് കാണിക്കാനും പോകുന്നില്ല. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരോടൊപ്പം ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാം. പക്ഷേ അത് ഒരിക്കലും എൻ്റെ ഭർത്താവായി ജീവിച്ചുകൊണ്ടോ വേണ്ട. ഇതിലേക്ക് നിങ്ങളെ വലിച്ചിട്ടത് ഞാനാണ്. ആ ഞാൻ തന്നെ നിങ്ങളെ ഇതിൽ നിന്ന് മോചിപ്പിക്കാം. നിനക്ക് ഭ്രാന്താണോ ശിവ? അവളുടെ കൂടെ ഒന്ന് പുറത്തു പോയതിനാണോ നീ ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്? അത്രയും നേരം മൗനം പൂണ്ടു നിന്ന ത്രിലോക് അവൾക്ക് നേരെ ശബ്ദമുയർത്തി. അതെ, നിങ്ങൾക്ക് ഞാൻ എന്നും ഒരു വേണ്ടാത്ത കാര്യം തന്നെയാണ്. ഇനിയും ഒന്നിനു വേണ്ടിയും നിങ്ങൾ എൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യണ്ട. ശിവ, മതി, നിർത്ത്. നീ ഈ പറഞ്ഞ് ഇതെങ്ങോട്ടാ? ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. വേണ്ട വേണ്ട എന്ന് വയ്ക്കുമ്പോൾ നീ എനിക്ക് മുകളിൽ വരല്ലേ? ത്രിലോക് അവൾക്ക് നേരെ വന്നതും ശിവ വേഗം പിന്നിലേക്ക് നീങ്ങി. അതുകൂടെ കണ്ടതും ത്രിലോകിന് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് തന്നിലേക്ക് ചുറ്റിപ്പിടിച്ചു അവൻ. എന്താ നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം? പറയ്. ശബ്ദം താഴ്ത്തിയാണെങ്കിലും അവൻ കടുപ്പമേറിയ സ്വരത്തിൽ ചോദിച്ചു. അതോടൊപ്പം അവളെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു.
അവളുടെ ഉള്ളിലെ അപ്പോഴത്തെ വിഷമവും അതിൻ്റെ കാഠിന്യവും മറ്റാരാളെക്കാളും അവന് അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. നിങ്ങളാണ് ഇപ്പോൾ എൻ്റെ പ്രശ്നം, ശിവ അവനിൽ നിന്ന് കുതറിക്കൊണ്ട് പറഞ്ഞു. ആണോ? അത് നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? പക്ഷേ നീ എന്നെ നിന്റെ ജീവിതത്തിലേക്ക് വലിച്ചിട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാണ് ഇനി അങ്ങോട്ട് നിന്റെ പ്രശ്നം മുഴുവൻ ഞാനാകുമെന്ന്. കണ്ടില്ലേ, ഇപ്പോൾ നിന്റെ നാവിൽ നിന്ന് തന്നെ അത് വന്നത്. ശിവ പെട്ടെന്ന് മുഖമുയർത്തി അവനെ നോക്കി. വാക്കുകളിൽ തോന്നിയ കുറുമ്പ് മാത്രമല്ല, മുഖത്തും, എന്തിനേറെ ആ കണ്ണുകളിൽ പോലും ഒരു കുറുമ്പ് ഒളിച്ചിരിക്കുന്ന പോലെ. അവൾക്കെന്തോ വല്ലാത്ത വെപ്രാളം പോലെ തോന്നി. അത്രയും നേരം ഉള്ളിലുണ്ടായിരുന്ന ദേഷ്യം പോലും ഉരുകി വലിച്ചു പോകുന്ന പോലൊരു തോന്നൽ. ഇടുപ്പിലേക്ക് നുഴഞ്ഞു കയറിയ അവൻ്റെ കയ്യിലെ ചൂട് അവളൊരു പിടച്ചിലോടെ അവനിൽ നിന്ന് പിടഞ്ഞു മാറാൻ ശ്രമിച്ചു. അടങ്ങി നിൽക്കടി, ഞാൻ തൊടുന്നത് നിന്നെയല്ല, എൻ്റെ കൊച്ചിനെയാണ്. ശാന്തമായ സ്വരത്തിലാണ് അവൻ അത് പറഞ്ഞത് എങ്കിലും ശിവയ്ക്ക് എന്തോ നീരസമാണ് തോന്നിയത്. വീണ്ടും വീണ്ടും താൻ അവന് ആരുമല്ലാത്തതുപോലെ. ഈ സമയത്ത് നിന്റെ എല്ലാ ഇമോഷൻസും എക്സ്ട്രീം ലെവലായിരിക്കുമെന്ന് എനിക്കറിയാം എന്ന് കരുതി വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് എന്നിൽ നിന്ന് അകലാമെന്ന വല്ല വ്യാമോഹവും നിനക്കുണ്ടെങ്കിൽ അത് വെറുതെയാ ശിവ. നീയാ എന്നെ നിന്നിലേക്ക് അടുപ്പിച്ചത്, അത് നീ മറക്കണ്ട. അവളുടെ ഇടുപ്പിൽ നിന്ന് കൈയെടുത്ത് ആ മുഖത്തൂടെ കൈയോടിച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ ശിവയുടെ കണ്ണുകൾ അവനിൽ തന്നെ തറഞ്ഞു നിന്നു. പിന്നെ ഇന്ന് നീ എനിക്ക് തന്നത് ഞാനങ്ങ് വെറുതെ വിട്ടേക്കുവാ. അത് ഞാൻ കൊള്ളേണ്ടതാണെന്ന് സ്വയം തോന്നിയത് കൊണ്ട് മാത്രം മോളിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതി ഒരിക്കൽ കൂടി നീ എൻ്റെ ശരീരം നോവിച്ചാൽ. അത്രയും പറഞ്ഞ് ത്രിലോക് അവളുടെ കീഴ്ചുണ്ടിൽ മെല്ലെ ഒന്ന് കൊട്ടി. ശിവ നോവോടെ എരിവ് വലിച്ചുകൊണ്ട് ഉയർന്നുപോയി. ഉള്ളിൽ എൻ്റെ കുഞ്ഞുണ്ടെന്നൊന്നും നോക്കില്ല, ഞാൻ കയറി നോവിച്ചു കളയും, പറഞ്ഞേക്കാം. കാതിൽ സ്വകാര്യം പോലെ അവൻ മെല്ലെ പറയവേ ശിവ പിടപ്പോടെ അവനെ തള്ളിമാറ്റി പിന്നിലേക്ക് മാറി നിന്നു. ഇനി സൂക്ഷിച്ചു വേണം ചന്തു നീ മുന്നോട്ടു പോകാൻ. കാരണം ഏട്ടൻ നിനക്ക് ഇങ്ങനെ ഒരു വാണിംഗ് തന്നിട്ടും നിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടായ എന്ന് ഏട്ടൻ അറിഞ്ഞ പിന്നെ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കില്ല. ആദി ആ പറഞ്ഞത് നേരാണ് മോളെ, നീ സൂക്ഷിക്കണം അവനെ. നിന്റെ ലക്ഷ്യം ശിവതയാണ്, അവളെ ത്രിലോക് അറിയാതെ വേണം തളർത്താൻ. നീ ഇനി ശ്രമിക്കേണ്ടത് അത് മാത്രമാവണം. ആദിക്കൊപ്പം അശോകൻ കൂടെ അവൾക്ക് ഉപദേശം ഓതി കൊടുക്കുമ്പോൾ ചാന്ദിനിക്ക് ഉള്ളിൽ ശിവയോട് ഒരു ദേഷ്യവും പകയും വർദ്ധിച്ചു. ത്രിലോകിന് വേണ്ടത് അവളുടെ ഉള്ളിൽ വളരുന്ന അവൻ്റെ കുഞ്ഞിനെ മാത്രമാണ്. അവൻ സുചിത്രയോട് അതേക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ് മോളെ. സ്വന്തം കുഞ്ഞിൻ്റെ സേഫ്റ്റിയാണ് അവനിപ്പോൾ പ്രയോറിറ്റി കൊടുക്കുക. ആ കുഞ്ഞ് സേഫായി പുറത്തേക്ക് വരണമെങ്കിൽ ശിവ ഹാപ്പിയായിരിക്കണം. അത്രേ അവൻ നോക്കുന്നുള്ളൂ. അല്ലാതെ നീ കരുതുന്നത് പോലെ അവൻ അവളിൽ അടിമപ്പെട്ടിട്ടൊന്നുമില്ല. അശോക് വീണ്ടും അവളുടെ മനസ്സിളക്കാൻ എന്നോണം പറഞ്ഞുകൊണ്ടിരുന്നു. ഇനി അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല അങ്കിൾ. എനിക്ക് വേണ്ടത് നേടിയെടുക്കാൻ എനിക്കറിയാം. ഞാനിപ്പോൾ പോവുക. ഉടനെ എന്നിൽ നിന്നൊരു കോൾ അങ്കിളിന് പ്രതീക്ഷിക്കാം. അങ്കിളിൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്ന് ശിവത എന്ന ശല്യം എന്ന് ഒഴിഞ്ഞുപോയി എന്ന വാർത്ത അറിയിക്കാനായി. ഇവളെ കൊണ്ട് കഴിയും ആദിയനൊക്കെ? അശോക് നടന്നു പോകുന്ന അവളെ നോക്കി ആദിയോട് ചോദിച്ചു. നമുക്ക് നോക്കാം അങ്കിൾ, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴി. അങ്കിൾ ധൈര്യമായിരിക്കും. അതിനൊരു മൂളലായിരുന്നു അവൻ്റെ മറുപടി.